വിവിധ അനുഭവങ്ങൾ കൊണ്ട് എപ്പോഴും നിറഞ്ഞതാണ് ജീവിതം. അത് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ സുഖദുഃഖ കാഷായിതമായ ജീവിതം എന്ന് പറയും. സുഖദുഃഖങ്ങൾ കൂടിക്കലർന്നത്, കഷായം എന്നുള്ള വാക്കിന് കൂടിച്ചേരുന്ന അർത്ഥം. സുഖദുഃഖ കാഷായിതമായ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എപ്പോഴും എല്ലാ ജീവികളും, അവരുടെ അനുഭവങ്ങൾ. സുഖവും ദുഃഖവും, ഈ രണ്ട് ഭാവങ്ങൾ, ഇതിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം വേണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിത ക്രമീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ഭക്തിയും മുക്തിയും എല്ലാം. മുക്തി നേടുന്നതിനുള്ള ഉപാധിയായി ഭക്തിയെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. മുക്തി വേണം, ദുഃഖരഹിതമായ ഒരവസ്ഥ ഉണ്ടാകണം എന്നാണ്. ദുഃഖം എപ്പോഴും ഭൗതികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ദുഃഖമാണ് എല്ലാവർക്കും ഉള്ളത്. മെറ്റീരിയൽ ലൈഫ്, ഭൗതിക ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ഉണ്ടാകുന്ന വൈകാരിക രീതികളാണ് നമ്മെ ദുഃഖത്തിലെത്തിക്കുന്നത്. അപ്പോൾ ഭൗതിക ഹിതങ്ങളോടുള്ള താല്പര്യക്കുറവുണ്ടായാൽ നമുക്ക് അത്രയും കുറച്ചു മാത്രം ദുഃഖിച്ചാൽ മതി. വരുന്ന ഒരു ഗ്യാപ്പ്, ആ ഒരു സ്പേസ് നമുക്ക് ഭക്തിക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഭക്തി ഒരു ഭാഗമായി സ്വീകരിച്ചാൽ മുക്തിയിലേക്ക് സഞ്ചരിക്കാൻ എളുപ്പവുമാണ്. ആ ജീവൻ മുക്തി എന്ന് പറയുന്നത്, സന്യാസത്തിൻ്റെ ഒക്കെ ഉദ്ദേശം അതാണ്. യഥാർത്ഥത്തിൽ സന്യാസം ആവശ്യമുണ്ടോ? അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സന്യാസം ആവശ്യമുണ്ടോ? എന്തിനാണ് സന്യാസം? ഇന്ദ്രിയങ്ങളെ അടക്കി ഒരിടത്ത് അനങ്ങാതെ കുത്തിയിരുന്നിട്ട് എന്താ കാര്യം? എപ്പോഴും കർമ്മപരമായി നീങ്ങിപ്പോകേണ്ട ഒരു ജീവിയല്ലേ മനുഷ്യൻ? കർമ്മരഹിതമായ ഒരു സാമൂഹ്യ ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്? അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നിലനിൽപ്പിന് ആവശ്യമാണെന്നിരിക്കെ എല്ലാവരും നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. നിരവരതം കർമ്മരതരാകണം എന്ന് പറയും. അങ്ങനെ നിരവരതം കർമ്മരതരായി ജീവിക്കേണ്ടി വരുന്നിടത്ത് എന്തിനാണ് സന്യാസം പോലൊരു കാര്യം? അങ്ങനെ ആ സന്യാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംന്യസിക്കുകയാണ്. നന്നായി ന്യസിക്കുക, അടക്കി ഒതുക്കി വയ്ക്കുക. എന്ത്? കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കാമനകൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആ കാമനകളെ നിയന്ത്രിച്ചു വച്ചില്ലെങ്കിൽ കൂടുതൽ ദുഃഖങ്ങളിലേക്ക് നിപതിക്കും എന്നുള്ളത് കൊണ്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിലാണ് എപ്പോഴും ഈ സന്യാസ മനോഭാവം മനസ്സിന് വേണം എന്ന് പറയുന്നത്. അല്ല, ഒരിടത്ത് കുത്തിയിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കണ്ണടച്ചിരിക്കുന്നതോ ഒന്നും മാത്രമല്ല ഈ സന്യാസം എന്ന് പറയുന്നത്. സന്യസിക്കുക, ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ നിയന്ത്രിച്ച് വയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ് സന്യാസത്തിൻ്റെ ഏറ്റവും പ്രബലമായ ഭാവം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു വന്നാൽ എല്ലാത്തരം വികാരങ്ങളെയും വിചാരങ്ങളെയുമാണ് നമ്മളവിടെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ അനിയന്ത്രിതമായ ഓരോ വിഷയങ്ങളെയും നിയന്ത്രിതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ശാന്തിയുടെ സുഖം അനുഭവിക്കാൻ കഴിയും. ഏത് കർമ്മത്തിൻ്റെയും പരമാവസ്ഥ പിന്നെ നമ്മളത് ചെയ്യല. അപ്പോൾ പരീക്ഷയ്ക്ക് കുട്ടികൾ പഠിക്കുന്നു എന്ന് നമുക്ക് സാധാരണ വീട്ടിലെല്ലാം കുട്ടികളുള്ളതുകൊണ്ട് അറിയാം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ അവൻ പഠിക്കത്തില്ല. പിന്നെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത അക്കാഡമിക് ഇയർ വരുമ്പോഴേ അവൻ പഠിക്കും. അപ്പോൾ ഇങ്ങനെ ഏതൊരു കർമ്മവും അതിൻ്റെ ഫലപൂർണ്ണതയിൽ എത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തും. അങ്ങനെ ആ നിർത്തൽ എന്ന് പറയുന്നിടത്ത് ദുഃഖങ്ങൾ ശേഷിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജപവും ധ്യാനവും സ്തുതിക്കലും എല്ലാം വേണ്ടി വരുന്നത്. എല്ലാ ദിവസവും നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താ? ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളും ദുഷ്ടകർമ്മങ്ങളും അധർമ്മങ്ങളും കുകർമ്മങ്ങളും എല്ലാം സമാപിച്ച് ശുദ്ധവും സുന്ദരവുമായ ഒരു ഭാവിയോ അടുത്ത നിമിഷങ്ങളോ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ശബരിമല പോകും എല്ലാ ആളുകളും എല്ലാ വർഷവും. എന്തിനാണ് എല്ലാ വർഷവും പോകുന്നത്? വ്രതം നോറ്റ് 41 ദിവസം വ്രതം നോട്ട് എഴുതുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞിട്ട് സമത്വസുന്ദരമായ ഒരു ഭാവി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങളെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുമൊക്കെ ശബരിമല ചവിട്ടി വരും. പോയി പാപങ്ങളെല്ലാം അവിടെ കൊണ്ട് സമർപ്പിച്ചു, എല്ലാം കഴിഞ്ഞ് എല്ലാ പാപങ്ങളും കഴിഞ്ഞു തിരിച്ചു വന്ന് വീണ്ടും പഴയപടി പാപകർമ്മങ്ങൾ ചെയ്യാനാണ്.
അപ്പോൾ പഴയപടി പാപകർമ്മങ്ങൾ ചെയ്യാനുള്ള ലൈസൻസായിട്ടാണ് ക്ഷേത്ര ദർശനം വച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതല്ലേ എല്ലായ്പ്പോഴും സംഭവിക്കുക. കഴിഞ്ഞ ഇപ്രാവശ്യം ശബരിമലയിൽ പോയായിരുന്നു എന്നവർ ചോദിക്കുക. ഞാൻ എത്രയോ വർഷം കൊണ്ട് പോകുന്നല്ലേ, 21 വർഷമായി. ഇപ്പം ഞാൻ 21 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നു. പോയിട്ട് എന്താ നിനക്ക് ഗുണമുണ്ടായത്? നിൻ്റെ ആത്മാവും പ്രാണനും ഒക്കെ, ആ ശരീരമൊക്കെ അടങ്ങുന്ന നിൻ്റെ കർമ്മകാണ്ഡങ്ങളും ജീവിതവും ഒക്കെ സുഖവും സുന്ദരവും സുഭിക്ഷവുമായോ? അത് ഇങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഈശ്വര പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിലൂടെ പ്രാർത്ഥനാനിരതമായ മനസ്സിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഭാവി ശ്രേയസ്കരമായ എന്തെങ്കിലും കാര്യങ്ങൾ അതുമൂലം ഉണ്ടായോ എന്നുള്ളതാണ്. അത് അവരവരുടെ വ്യക്തിപരമായ പരിശോധനയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നു. എന്തായാലും ശരി, ജീവകോടികൾക്ക് ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു മോചനം ഈ ഭൗതിക ജീവിതകാലങ്ങൾക്കിടയിലുണ്ടാകുന്ന ദുഃഖഭാണ്ഡങ്ങളിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകും. ദുഃഖഭാണ്ഡങ്ങളൊന്ന് ഇറക്കി വെച്ച് ആശ്വസിക്കാൻ കഴിയുന്നൊരവസരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് മുക്തി എന്ന് പറയുന്നൊരവസ്ഥ തന്നെ ഇവിടെ നമ്മൾ ക്രമീകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആരാധനകളിലും വിശ്വാസങ്ങളിലും അനുഷ്ഠാനങ്ങളിലും എല്ലാം. അതുകൊണ്ടാണ് ഇവിടെ മുക്തിമാർഗം ഉപദേശിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നത്. മുക്തിമാർഗമാണ് ലക്ഷ്മണൻ രാമൻ പിന്നെ സൂക്ഷിച്ച് ശ്രദ്ധാപൂർവം കേട്ടോളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. കാമമോഹിതങ്ങളായ അവസ്ഥയിൽ നിന്ന് മുക്തമായിരിക്കുന്ന നിർവൈരമായ നിഷ്കാമമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യാത്മാവ് മാറി നിൽക്കട്ടെ എന്നുള്ള താല്പര്യമാണ് ഇവിടെ എഴുത്തച്ഛൻ ഇത് വിവരിക്കുന്നതിലൂടെ ഉള്ളത്. 14-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക ഗതിക്രമം അധർമ്മത്തിൻ്റെയും ദുരാചാരത്തിൻ്റെതും ഒക്കെ ആയിരുന്നു. 14-ാം നൂറ്റാണ്ട്, 12, 13, 14 നൂറ്റാണ്ട് വരെയുള്ള കാലം. എല്ലാത്തരം ദുർനടത്തകളുമുള്ള, എല്ലാത്തരം കൊള്ളരുതായ്മകളും നിറഞ്ഞ ഒരു സമൂഹം. അതിൽ സാഹിത്യം പഠിക്കുന്ന ആളുകൾ പറയും ദേവദാസി സമ്പ്രദായമൊക്കെ നിലനിന്നിരുന്ന കാലമാണെന്ന് പറയും. ഈ ദേവദാസി എന്ന് പറയുന്ന കുറേ സ്ത്രീകളുണ്ടായിരുന്നു എന്നും അവരാണ് സമൂഹത്തിൻ്റെ മേൽക്കൈ നേടിയിരുന്നതെന്നും രാജാക്കന്മാരെയും നാടുവാഴികളെയും പ്രഭുക്കന്മാരെയും ഇടപ്രഭുക്കന്മാരെയും വലിയ ധനാഢ്യരായ മറ്റാളുകളെയും സന്യാസികളെയും പണ്ഡിതന്മാരെയും കവികളെയും എന്ന് വേണ്ട സമൂഹത്തിൽ മാന്യത ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവരുടെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരു സാമൂഹിക ഗതിക്രമം നമുക്ക് അന്നുണ്ടായിരുന്നു. അതിലെയാണ് ദേവദാസി സമ്പ്രദായം എന്ന് പറയുന്നത്. കൂത്തച്ചികളായിരുന്നു അന്നുണ്ടായിരുന്നത്. കൂത്തെന്ന് പറഞ്ഞാൽ നൃത്തം സംഗീതം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് കൂത്തച്ചി എന്ന് പറയുന്നത്. അച്ചി എന്ന് പറയുന്നത് സ്ത്രീ എന്നർത്ഥമാണ്. അപ്പോൾ ആ ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണുനീലി, മേദിനി വെണ്ണിലാവ്, ഇങ്ങനെ കുറേ ആളുകൾ ആ കാലത്ത് ശ്രേഷ്ഠകളായ പെണ്ണുങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം ഈ തരത്തിലുള്ള ഈ നമ്മൾ ഇന്ന് പറയുന്ന തരത്തിൽ അധാർമികമായ ജീവനിലപാടുകളിലൂടെ ഈ പുരുഷ സമൂഹത്തെ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നു. ശ്രേഷ്ഠ പുരുഷ സമൂഹം എന്ന് വിചാരിക്കുന്ന ആളുകളെ ഒക്കെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സത്യം, ധർമ്മം, ദാനം, അഹിംസ, മറ്റ് സദാചാര മൂല്യങ്ങളുള്ള കാര്യങ്ങൾ ഇതെല്ലാം അകന്നു നിന്നിരുന്ന ഒരു കാലം. അതിനെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈശ്വരപരമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ധർമ്മം പുലരുമെന്നും അങ്ങനെ സദാചാര പ്രവണമായ ഒരു സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടി സാധിക്കുമെന്നും ഉള്ള ദൃഢവിശ്വാസം കൊണ്ടാണ് എഴുത്തച്ഛൻ മുതലായ ആളുകൾ കീർത്തന സാഹിത്യത്തിലൂടെ ഭക്തിപ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ നാഴികക്കല്ലുകളായി നമ്മൾ എണ്ണിവയ്ക്കുന്ന കൃതികളാണ് ഈ അധ്യാത്മരാമായണവും ഹരിനാമകീർത്തനവും ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടും ഭാരതം കിളിപ്പാട്ടിൻ്റെ കുറേ ഭാഗങ്ങളും എല്ലാം. അപ്പോൾ അത് വായിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ പുണ്യപുരാണ കഥാപാത്രങ്ങൾ നമുക്കറിയാവുന്ന ആളുകളുടെ ജീവിതചര്യകളിൽ സത്യവും ധർമ്മവും അഹിംസയും മറ്റ് സദാചാര മൂല്യങ്ങളും എങ്ങനെ വിളഞ്ഞു നിന്നിരുന്നു എന്നുള്ളത് പഠിക്കുകയും പരിശോധിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യാനുള്ള പ്രേരണ കിട്ടും. ആ പ്രേരണയാണ് ഇവിടെ ഈ മുക്തിമാർഗം ഉപദേശിച്ച് നമ്മളെ കേൾപ്പിക്കുന്നതിലൂടെ എഴുത്തച്ഛന് ഉദ്ദേശമിട്ടത്. അദ്ദേഹത്തിൻ്റെ ഉന്നവും അതായിരുന്നു. അങ്ങനെ ഏതായാലും അഗസ്ത്യൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ പഞ്ചവടിയിൽ ഒരു ഭാഗത്ത് ആശ്രമം കിട്ടി കഴിയുമ്പോഴാണ് ഇതെല്ലാം സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആ വനതല അവിടെ താമസിക്കാൻ്റെ കാര്യങ്ങൾ, അവിടെ താവളമടിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിന് ചുറ്റുപാടുമാണ് ഒരുപാട് അസുരന്മാരുള്ളത്, രാക്ഷസന്മാരുള്ളത്.
ഈ രാക്ഷസന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാരെന്ന് പറയാൻ അത്ര ശരിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സുരന്മാരല്ലാത്തവരെയാണ് അസുരൻ എന്ന് വിളിക്കുന്നത്. സുരൻ എന്ന് പറഞ്ഞാൽ ദേവൻ. അമരാ നിർജ്ജരാ ദേവ സ്ത്രീവേശ ദേവകോശ എന്ന അമരകോശം സംസ്കൃതത്തിൽ കണ്ടു പറയും. അപ്പോൾ അതിനകത്ത് സുര ശബ്ദത്തിന് ദേവൻ എന്നർത്ഥം. അസുരൻ എന്ന വാക്കിന് സുരൻ അല്ലാത്തവൻ എന്നാണ് അർത്ഥം. സുരൻ അല്ലാത്തവൻ അസുരൻ തന്നെ ഈ രാക്ഷസൻ തന്നെ ആകണമെന്നില്ലല്ലോ. മനുഷ്യരുണ്ട്, സിദ്ധന്മാരുണ്ട്, സത്തമന്മാരുണ്ട്, ഗോപന്മാരുണ്ട്, വൃഷ്ടികളുണ്ട്, അന്ധകന്മാരുണ്ട്, അങ്ങനെ എത്രയോ വിഭാഗക്കാരുണ്ട്, ഒരുപാട് വിഭാഗക്കാരുണ്ട്. എങ്കിലും സാമാന്യേന പ്രധാനവൽക്കരിച്ച് 3 സമൂഹത്തെ നമ്മൾ പറയും: ദേവന്മാരെന്നും മനുഷ്യന്മാരെന്നും രാക്ഷസന്മാരെന്നും. അപ്പോൾ ഇങ്ങനെ ഈ 3 വിഭാഗത്തെ ഉള്ളെങ്കിലും അത് രാക്ഷസന്മാർ കുറേ താമസപ്രകൃതികളായിരിക്കുന്നവരും രാജസവും സാത്വികവും കൈകാര്യം ചെയ്ത് ജീവിച്ച ആളുകളെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. വിശേഷിച്ചും ഈ സാത്വിക പ്രകൃതിയുള്ള ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം തിരിച്ചൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നവരെയല്ലേ നമ്മളെപ്പോഴും ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അവരിൽ നാനുകുള്യം പിടിച്ചു പറിക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിന് തീർച്ചയായും ഒരു രക്ഷകൻ ആവശ്യമാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സുഭദ്രമായ നിലനിൽപ്പിന് ആവശ്യമായി വരുന്നത് ആഭ്യന്തരവും അനാഭ്യന്തരവുമായ രക്ഷാമാർഗങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഏതൊരു രാഷ്ട്രത്തിൻ്റെ, ഏതൊരു രാജ്യത്തിൻ്റെയും, സംസ്ഥാനത്തിൻ്റെതായാലും രാഷ്ട്രത്തിൻ്റെതായാലും ഏറ്റവും പ്രധാനമായ കാര്യം എന്നാണ് ആഭ്യന്തരവും അനാഭ്യന്തരവുമായ വിഷയങ്ങളിൽ മറ്റാളുകൾക്ക് ഉപദ്രവം ഉണ്ടാകാതെ മുമ്പോട്ട് ഭരണചക്രം തിരിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള ആളുകളുടെ കയ്യിൽ ഈ ഭരണചക്രം എത്തണം. ആരുടെയെങ്കിലും കയ്യിൽ എത്തിയാൽ പോലെ അതിന് കുറച്ച് സാഹസങ്ങൾ സഹിക്കാൻ കഴിയണം. അത് സേവന സന്നദ്ധത ഉണ്ടാവണം, സ്വാർത്ഥ നിർമുക്തമായ മനോഭാവം ഉണ്ടാകണം, ഇതൊക്കെ ഉണ്ടാവണം. അതിൻ്റെയൊക്കെ അഭാവം നാം ഇന്ന് ചുറ്റുപാടുകൾ കാണുന്നില്ലേ? ധാരാളമായിട്ട് കാണുന്നുണ്ട്. എവിടെ തിരിഞ്ഞ് നോക്കിയാലും കൊള്ളിവയ്പും അസമത്വങ്ങളും ദുരാചാരങ്ങളും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യനെ തന്നെ കൊന്ന് നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണത എമ്പാടുമുണ്ട്. ഇതെന്നാ ഇനി ഒരിക്കൽ നമ്മുടെ സമൂഹം നന്നാകുന്നത്? വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടാണോ? വേണ്ടത്ര നമുക്ക് അഭിവൃദ്ധികരമായ അവസരങ്ങളില്ലാഞ്ഞിട്ടാണോ? ഇതൊന്നുമല്ല. സമൂഹത്തിന് നിലനിൽക്കാൻ ആവശ്യമായതൊക്കെ ഇവിടെ ഇന്നുണ്ട്, സമൃദ്ധമായിട്ടുണ്ട്, സമ്പന്നമായിട്ടുണ്ട്. പക്ഷേ ഇല്ലാത്തതൊന്നേ ഉള്ളൂ: മൂല്യബോധം. ഞാൻ നിൻ്റേതു കൂടിയാണെന്നുള്ള ബോധം, നീ എൻ്റേതാണെന്നുള്ള ബോധം. ഈ ബോധമില്ല. സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെതുമായ ആ ഘടന സമൂഹത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇത്തരം കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു പ്രേരണ ജനിക്കുമെങ്കിലാകട്ടെ എന്നതുകൊണ്ടാകുമല്ലോ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും 28ാം കലിയുഗത്തിൻ്റെ അവസാന ഭാഗത്തും ഇതെല്ലാം വായിക്കുന്നത്. അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിയിങ്കൽ എന്നാണ്. അർച്ചനമായിരുന്നു ദ്വാപരയുഗത്തിൽ ഉണ്ടായിരുന്നത്. കലിയുഗത്തിൽ ശരിയാവണമെങ്കിൽ പിന്നെ കീർത്തനം വേണം. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയിൽ പൂന്താനം പറഞ്ഞത്, ഇനി കാലം ഏറ്റവും നല്ല കാലം കലിയാണെന്ന് പറഞ്ഞു. യുഗങ്ങളിൽ ഏറ്റവും നല്ലത് കലിയുഗമാണെന്ന് പറഞ്ഞു. കാരണം കീർത്തിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്തുതിക്കാൻ, ഈശ്വരനെ ഭജിക്കാൻ, പ്രാർത്ഥിക്കാൻ കഴിയുന്ന യുഗം. അർച്ചനം ദ്വാപരയിൽ കീർത്തനം കലിയിങ്കൽ. അപ്പോൾ ആ കലിയിൽ ഈ കീർത്തനങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് കീർത്തിക്കുകയാണ്, പ്രകീർത്തിക്കുകയാണ്. പണ്ടുണ്ടായിരുന്ന നേട്ടങ്ങളെ പുനഃസ്മരണം നടത്തിക്കൊണ്ട് നാം അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുകയാണ്. ഇന്ന് ഒരാൾ രാമനെ ആക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബിലൊരു ലേഖനം ഇട്ടിരിക്കുന്നത് ഞാൻ ഇന്ന് വായിച്ചതേ ഉള്ളൂ. ഞാനതിന് കമൻറ്റും ചെയ്തു. ഒരു സാഹിത്യകൃതിയെ വേണ്ടവണ്ണം വായിച്ചെടുക്കാൻ കഴിയുന്നതിലുള്ള ആ കഴിവുകേടാണ് നിങ്ങളുടെ ലേഖനം എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കേണ്ടി വന്നു. ഒരു ത്രേതായുഗത്തിലെ യുഗസങ്കല്പങ്ങൾ, യുഗധർമ്മങ്ങൾ, ഈ ധർമ്മങ്ങൾ മാറി മാറി വരും. യുഗധർമ്മങ്ങൾ എന്ന് പറയും അതിന്. ആ മാറി മാറി വരുന്ന യുഗധർമ്മങ്ങൾക്കനുസരിച്ചാണ് ആ കാലങ്ങളിലുള്ള സാഹിത്യ സൃഷ്ടികൾ ഓരോന്നും. നമ്മുടെ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കി. മുട്ടത്തുവർക്കയുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു, ചെറുകഥയിലെ നോവലിലും ഒക്കെ. MDയുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. CV രാമൻപിള്ളയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സാഹിത്യത്തിന്. കവിതയിലും അതുപോലെ ഇല്ലേ ഒരുപാട്. എഴുത്തച്ഛൻ്റെ കാലം കഴിഞ്ഞു. പിന്നെ എത്രയോ ആളുകൾ ഇവിടെ മാറി മാറി വന്നു. 18ാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാർ വന്നു. 19-20 നൂറ്റാണ്ടിൽ ആധുനിക കവികളുടെ കാലഘട്ടം വന്നു. ആധുനിക കവിത്രയം എന്ന പേരിൽ 3 പേര് ആശാനുള്ളൂർ, വള്ളത്തോൾ തുടങ്ങിയുള്ള ആളുകൾ എഴുതി. അപ്പോൾ അവിടെ നിന്ന് സാഹിത്യം പിന്നെയും മാറി. സാഹിത്യം എന്ന് പറയുന്ന ജീവിത ചിത്രങ്ങളാണ്, അത് മാറി.
അപ്പോൾ ഇത്തരം യുഗധർമ്മങ്ങൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ത്രേതായുഗത്തിലെ യുഗധർമ്മങ്ങൾക്കനുസൃതമായി രൂപപ്പെട്ട ഒരു ആദികാവ്യം എന്നുള്ള നിലയിൽ ശ്രദ്ധേയമായ വാൽമീകി രാമായണത്തിൽ കണ്ട ജീവിത ദർശനം ഈ നൂറ്റാണ്ടിൻ്റെ ഇത്രയും വർഷം കഴിഞ്ഞപ്പോഴും അതുപോലെ സത്യസന്ധമായി നിലനിൽക്കണം എന്ന് വാദിച്ചാൽ എങ്ങനെയിരിക്കും? പറയുന്നവൻ എന്ത് വിഡ്ഢിയായിരിക്കും? അതിൽ നല്ല വശങ്ങൾ ഇന്നും നമുക്ക് സ്വീകാര്യം ഉണ്ടെങ്കിൽ സ്വീകരിക്കുക, ബാക്കി തള്ളിക്കളയുക. കാരണം അന്നത്തെ ധർമ്മമാണത്, അന്നത്തെ കാലഘട്ടമാണത്, ആ കാലത്തെ ധർമ്മമാണ്. അതിൻ്റെ ആ ഒരു രീതിയിലുണ്ടായ കൃതിയാണത്. അങ്ങനെയെങ്കിൽ അന്നത്തെ ധർമ്മം ഇന്നത്തെ ധർമ്മമായി മാറുന്നത് എങ്ങനെ? അതിന് കുറച്ചെല്ലാം മാറ്റം വരും. അപ്പോൾ ആ മാറ്റങ്ങളോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഉൾക്കൊള്ളേണ്ടത്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, ജനാധിപത്യ തത്വം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായതിൽ നിന്ന് കുറച്ചെല്ലാം മാറിയില്ലേ? എത്രയോ മാറി. അത് പിന്നെ ഭരണഘടനയിൽ പൊളിച്ചെഴുത്തുകൾ നടത്തി കൂടുതൽ ആർമമെൻ്റ് ഉണ്ടാക്കി അനുബന്ധങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ ജീവിത ക്രമീകരണങ്ങൾക്കനുസരിച്ച് ആ രാഷ്ട്രീയ തത്വശാസ്ത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇതെല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സമാധാനിച്ചാൽ രാമനെ ആർക്കാണ് കുറ്റം പറയാൻ കഴിയുക? അതിരിക്കട്ടെ, ഞാൻ അത് പറഞ്ഞേ ഉള്ളൂ, സന്ദർഭം കൊണ്ട് ഓർത്തപ്പോൾ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും രാമനും ലക്ഷ്മണനും പിന്നെ സീതയും അടക്കം 3 പേരും അവിടെ തമ്പടിച്ചത് ആ വനതല പ്രകൃതിക്കകത്ത് ധാരാളമായി ഈ രാക്ഷസരുണ്ടായിരുന്നു. മറ്റേ ശിഷ്ടജനങ്ങളെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അതിനെന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള ഒരു സമ്പ്രദായം അതിനകത്തുണ്ട്. അപ്പോൾ അതിന് ശ്രദ്ധേയമായ ഒരു കഥാപാത്രം അവിടെ എത്തുന്നുണ്ട്. കഥയുടെ തുടർച്ചയ്ക്ക് വേണ്ടി ശ്രദ്ധേയമായ ഒരു കഥാപാത്രം അവിടെ വന്നെത്തുന്നത് ശൂർപ്പണഖയാണ്. ശൂർപ്പണഖ എന്ന വാക്ക്, ഓരോ വാക്കും അവിടെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളത് അത്ഭുതപ്പെടുന്നത്. ഈ രാക്ഷസർ എന്ന് പറയുന്ന ആളുകൾ സാധാരണ മനുഷ്യപ്രകൃതികളെക്കാൾ കുറച്ചും കൂടെ ശരീരശേഷിയുള്ളവരും, അതായത് കായശേഷിയുള്ളവരും ബലശാലികളും ഒക്കെയാണ്. അവരുടെ ആഹാരക്രമങ്ങൾ, അവരുടെ വ്യായാമ രീതികൾ, അവരുടെ സ്വഭാവ സവിശേഷതകൾ ഒക്കെ അതിൻ്റെ രീതികളായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ധാരാളമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്തായാലും ശരി, അങ്ങനെ ഒരു ശൂർപ്പണഖ എത്തുകയാണ്. എന്താണ് ശൂർപ്പണഖ എന്ന വാക്കിൻ്റെ അർത്ഥമെന്നറിയാമോ? ശൂർപ്പം എന്ന് പറഞ്ഞാൽ മുറം എന്നാണ്. നമ്മൾ അരിയൊക്കെ പാറ്റാനൊക്കെ ഉപയോഗിക്കുന്ന മുറമില്ലേ, ആ മുറത്തിൻ്റെ അത്രയുമുള്ള ആ വലിപ്പമുള്ള നഖമുള്ളവൾ, വലിയ നഖമുള്ളവൾ എന്നാണ് ശൂർപ്പണഖ എന്ന വാക്കിൻ്റെ അർത്ഥം. വലിയ നഖം. സ്ത്രീക്ക് ആയുധം പല്ലും നഖമാണെന്ന് പറയുമല്ലോ. അപ്പോൾ നഖം കുറേ വലുതാണ്, മാന്തി കീറാനുള്ള ഒരു വരുന്നത്. അതുപോലെ ദംട്ര, വളഞ്ഞ പല്ല്, കോമ്പല്ല് വളർന്നു വരിക. ഒരു സ്വഭാവം അനുസരിച്ചാണ്, ഓരോ ആളുടെ സ്വഭാവം അനുസരിച്ചാണ് രൂപവും വരുന്നതെന്ന് പറയാറുണ്ട്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക്കായിട്ട് അതിന് വളർത്തുമൃഗമായിട്ടുള്ളത് നായയാണ്. ആദ്യമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ഇണക്കി ചേർത്ത മൃഗം എന്ന് പറയുന്ന നായയാണല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ നന്ദി സൂചിപ്പിക്കുന്ന മൃഗവും നായയാണ്. നായയിടത്തിൽ നന്ദി കാണിക്കുന്ന വേറെ ഒരു ജീവിയുമില്ല. യജമാനൻ നായയെ അടിച്ച് കൊല്ലാൻ പോവുകയാണെന്ന് വെച്ചാൽ അടുത്ത ശ്വാസത്തിൽ അവൻ ചത്തുപോകും, അടുത്ത ഒരു ശ്വാസം കൊണ്ട് എടുത്താൽ. എന്നാലും യജമാനൻ അടുത്ത് ചെന്നാൽ അവൻ വാലാട്ടും. അത്ര സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്ന ജന്തുവാണ് ഈ പട്ടി അല്ലെ നായ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നന്ദിപൂർവകമായ ഒരു സ്വഭാവം ഇതിനെ ജന്തുക്കളെ കൂടി അടക്കി ഭരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സാരമേയം എന്ന് വിളിക്കും അതിനെ. അതിങ്ങനെ അവരുടെ സ്വഭാവം, വീട്ടിൽ നമ്മൾ നായ വളർത്തിയാൽ വീട്ടിൽ വസിക്കുന്ന ആളുകളുടെ സ്വഭാവം ഉണ്ടാകും ആ ജന്തുവിന്. കുറച്ചെങ്കിലും സ്വഭാവം അതുപോലെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. പൂച്ച വളർത്തിയാൽ ആ പൂച്ചയ്ക്ക് ഈ മനുഷ്യരുടെ സ്വഭാവം കുറച്ച് പകർന്ന് കിട്ടും. തത്തയെ വളർത്തിയാൽ ആ തത്തയ്ക്ക് മനുഷ്യരുടെ സ്വഭാവം പകർന്ന് കിട്ടും. സഹവാസം എന്തിനോടാണോ അതനുസരിച്ചാണ് നമ്മുടെ സ്വഭാവത്തിൻ്റെ അംശങ്ങൾ ജന്തുക്കളിൽ പോലും കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഹിംസ്ര ജന്തുക്കളെ പോലും ഇണക്കി വളർത്താൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? ആ ഇണക്കം എന്ന് പറയുന്നത് എന്താണ്? അതുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ നിശാചര ജനങ്ങൾക്ക്, നക്തഞ്ചരായ ആളുകൾക്ക്, രാക്ഷസരായ ആളുകൾക്ക് ഈ ജീവിത രീതികളിൽ വ്യത്യാസം മനുഷ്യരിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമാണ്, വളരെ അകലമുണ്ട്. അതിന് വളരെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയുണ്ട്. എന്തായാലും ഈ ശൂർപ്പണഖ ഈ വനങ്ങളിൽ ഇങ്ങനെ നടന്ന് വന്നപ്പോൾ അകലെ ഒരു പർണശാല കാണുന്നുണ്ട്. അതിന് പരിസരത്തേക്ക് വന്നു നോക്കിയപ്പോൾ അതിസുന്ദരനായ തേജോരൂപിയായ അഴകഴുന്ന ലാവണ്യമാണ്. ആ ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഒരു പുരുഷരൂപത്തെ കാണുകയാണ് രാമൻ. അഭിജാതനായ അഭിരാമൻ.
ശ്രേഷ്ഠകുലത്തിൽ ജനിച്ച സുന്ദരനായ രാമൻ. ആ രാമനെ കണ്ടു. പെട്ടെന്ന് കാമോദ്വേഗത്തോടെ ഈ നിശാചരി രാമനെ സമീപിച്ചു. രാമനെ സമീപിച്ചിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. രാക്ഷസം എന്ന് പറയുന്ന വിവാഹമാണ് അവിടെ. അഷ്ടവിവാഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ രാക്ഷസീയമായ വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആണും പെണ്ണും മാത്രം അറിഞ്ഞാൽ മതി, തൽക്കാല ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം മതി, ഇങ്ങനെയാണ്. പക്ഷേ ശൂർപ്പണഖ സമീപിച്ചത് തന്നോടൊപ്പം എപ്പോഴും കഴിയാമെന്നാണ്. നോക്കിയപ്പോൾ അകത്തൊരു പെണ്ണുണ്ട്, ഇപ്പുറത്തൊരു വേറൊരുത്തരും കാവലിരിപ്പുണ്ട്, ഒക്കെ ഉണ്ട്. എങ്കിലും അവരാരെയും വേണ്ട, എനിക്ക് ഇയാളെ മാത്രം മതി. വിവാഹാഭ്യർത്ഥന നടത്തി. ആ രാമൻ്റെ പ്രതികരണം അല്പം ഒരു നർമ്മം കലർന്നതാണ്, തമാശ കലർന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം പല വായനക്കാർക്കും പഠിതാക്കൾക്കും ഇല്ലാതെ പോയി. അതുകൊണ്ട് രാമൻ പറഞ്ഞ ആ മറുപടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് രാമനെ ആക്ഷേപിച്ച എത്രയോ നിരൂപകന്മാരും വിമർശകന്മാരുമുണ്ട്, ഒരുപാട്. തൻ്റെ മുമ്പിൽ താൻ സഭാര്യനാണ്, സഭാര്യനായ ഒരാൾ ആണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വേറൊരു സ്ത്രീ വന്ന്, മാത്രമല്ല അവളുടെ സാന്നിധ്യത്തിൽ, ആ ഭാര്യയുടെ സാന്നിധ്യത്തിൽ വന്ന് വിവാഹാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ ഇറങ്ങടി വെളിയിൽ നിന്ന് പറയാനുള്ള കാര്യമല്ല രാമൻ ശീലിച്ചിട്ടുള്ളത്. അനുനയത്തോടെ പറഞ്ഞയക്കാൻ സാധിക്കില്ല എന്നറിയാം. പിന്നെ ആക്രമണ സ്വഭാവത്തിൽ അവളെ നേരിടേണ്ട ആവശ്യവും വരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് രാമന് ചെയ്യാൻ കഴിയുക? രാമൻ പിന്നെ അവിടെ ചെയ്ത ഒരേ കാര്യമേ ഉള്ളൂ, അല്പം അനുനയവും നർമ്മവും ഫലിതവും കലർത്തി അവളെ അല്പം കളിയാക്കി വിടുക എന്നുള്ള ഒറ്റ കാര്യം. അതാണ് അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്ക് ഭാര്യയുണ്ട്, ഞാനിപ്പോൾ സഭാര്യനാണ്, സന്തോഷവാനായിട്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണ്, എന്നെ ഉപദ്രവിക്കല്ലേ, നീ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ അവിടെ കാവ് നിൽക്കുന്നുണ്ടല്ലോ ഒരാൾ, അയാൾ എൻ്റെ അനുജനാണ്, അയാൾ ഭാര്യയൊന്നുമില്ലാത്ത ആളാണ്. അച്ഛൻ അടുത്ത് ഭാര്യയില്ലെന്നല്ലേ ഉള്ളൂ എൻ്റെ അർത്ഥം. അപ്പോൾ ഭാര്യയുള്ള എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷമമാണ് നിന്നെ സ്വീകരിക്കാൻ, നീ അങ്ങോട്ട് ചെല്ലൂ എന്ന് പറഞ്ഞിട്ട് ഈ ശൂർപ്പണഖ, വെറുതെ ഒന്നുമല്ല ശൂർപ്പണഖ വന്നത്, പെട്ടെന്ന് ഇവർക്ക് വേഷം മാറാനുള്ള കഴിവുണ്ടല്ലോ, ഡിസ്ഗൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്, വേഷപ്രച്ഛന്നത സ്വീകരിക്കാനുള്ള കഴിവുണ്ടല്ലോ ഈ രാക്ഷസഗണങ്ങൾക്കൊക്കെ. അത് അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ ഒരു അത്യാകർഷകമായ രൂപം പൂണ്ടുകൊണ്ടാണ് ഈ ശൂർപ്പണഖ വന്ന് നിൽക്കുന്നത്. ആരായാലും മോഹിച്ചു പോകും. ആ ഒരു രീതിയിൽ ഒന്നിനധികം സ്ത്രീയാണ്. പരനാരീത്വര ഇല്ലാത്ത ആളാണ് രാമൻ എന്നുള്ളത് കൊണ്ടാണ് ഈ പരനാരീത്വര ഇല്ലാത്ത മറ്റൊരാളുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞു വിടുന്നത്. ഉണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച്, അത് തമാശ, അത്രയേ ഉള്ളൂ കാര്യം. അവിടെ ശൂർപ്പണഖയ്ക്ക് ആരായാലും മതി. അവൾ ഉടനെ കൂടി അയാളുടെ അടുത്ത് ചെന്നു, പറഞ്ഞു, കുമാര, എന്നെ വിവാഹം കഴിക്കണം, എന്നെ കണ്ടിട്ട് സുന്ദരിയാണെന്ന് തോന്നുന്നില്ലേ, എന്നെ വിവാഹം കഴിക്കണം, നമുക്ക് ഒന്നിച്ച് കഴിയാം ഈ വനത്തിൽ. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, ഞാൻ ആ നിൽക്കുന്ന ആളിൻ്റെ ദാസനാണ്, അതുകൊണ്ട് ആ ഒരു ദാസനായ ഒരാൾ എങ്ങനെയാണ് നിന്നെ സ്വീകരിച്ച് നിൽക്കുന്നത്, പറ്റിയല്ല, അദ്ദേഹമാണ് വലിയ മഹാൻ, ഓടിച്ചെല്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചപ്പോൾ ഇവർക്ക് ദേഷ്യം കയറി. കുറേ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായി. ഇവളുടൻ തന്നെ തൻ്റെ സ്വന്തം രൂപം എടുത്തു, ദംഷ്ട്രകളും ഭീമാകാരമായ കറുത്തടിച്ച ശരീരവും പിന്നെ അതിഘോരമായ ശബ്ദവും ഇടിമുഴക്കം പോലുള്ള ശബ്ദവും ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ രാക്ഷസ സ്ത്രീ ഈ സീതയെ പിടിച്ച് വിഴുകാൻ എന്നതിൽ ചെന്നു. ഇത് കണ്ട ലക്ഷ്മണൻ ഓടിച്ചെന്ന് അവരുടെ നാസികാകുജങ്ങളെല്ലാം അറുത്ത് കളഞ്ഞു, മുറിപ്പെടുത്തി. ഉടനെ രക്തമൊഴുകുന്ന ശരീരവുമായി അവൾ ഓടി തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അതിന് തന്നെ പറഞ്ഞു, അതിനെ വെളിപ്പെടുത്തി, ഞാൻ രാവണ ഭഗിനിയാണ് എന്നാണ്. രാവണൻ എന്ന് പറയുന്ന ആൾ ത്രിലോകപുരന്തരം, 3 ലോകവും, ഭൂമി, സ്വർഗം, പാതാളം മുഴുവൻ അടക്കി ഭരിക്കുന്ന ആളാണ്. രാക്ഷസ വംശത്തിൻ്റെ ഏറ്റവും വലിയ രാജാവാണ്, അധിനായകനാണ്, രക്ഷോഗണങ്ങളുടെ എല്ലാം അധിപനാണ്. ആർക്ക് എന്ത് സങ്കടങ്ങളും ഈ തൻ്റെ സമൂഹത്തിൽപ്പെട്ടവർക്കുണ്ടെങ്കിലും പരിഹരിച്ചു കൊടുക്കാൻ തക്ക പ്രാപ്തിയുള്ള ആളാണ്. ലങ്കാധിപതിയാണ്, സ്വർണ്ണമയി ലങ്ക എന്നാണ്. അങ്ങനെ സ്വർണ്ണമയ്യായ ലങ്കാ സാമ്രാജ്യത്തിൻ്റെ അധിപതിയാണ്, ഏകഛത്രാധിപതിയാണ്. എല്ലാ ലോകങ്ങളെയും ഇന്ദ്രനടക്കമുള്ള സർവ്വ ആളുകളെയും തോൽപ്പിച്ച് ജീവിച്ചിരിക്കുന്ന ആളാണ്. ദേവന്മാർക്ക് പോലും ഭയമാണ്. അങ്ങനെയാണ് അതിൻ്റെ പരമാചാര തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേധസം വവൃതേജ വരാനിഷ്ടം തസ്മാത് ആശ്രിത വത്സലാതെന്നാണ് രാവണൻ തപസ് ചെയ്തതേ.
അത് രാവണനെക്കുറിച്ച് അല്പം പറയാനാണെങ്കിൽ ശ്ലേഷ്മോദകാടവി എന്ന് പറയുന്നൊരു വനം, ശ്ലേഷ്മോദകാടവി എന്ന വനത്തിനകത്ത് കൈകസി എന്ന് പറയുന്ന ഒരു രാക്ഷസി, അവർക്ക് ഈ മായാവിദ്യകളൊക്കെ ഉണ്ടായിരുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീയായിട്ട് അങ്ങനെ വിലസി നടക്കുന്ന സമയത്ത് വിശ്രവസ് എന്ന് പറയുന്ന മുനി അതുവഴി വന്നു. പുരാ വിശ്രവസ പുത്രോ എന്ന് പറയുന്നത് വിശ്രവസ ആണ് അതുവഴി ഇങ്ങനെ വന്നത്. അപ്പോൾ ആ വിശ്രവസിന് കുറേ നാൾ മുനിചര്യാ നിരതനായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ശാരീരികക്ഷമത വളരെ അധികമായിരുന്നു. പലപ്പോഴും ആ ലക്ഷ്യം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കുന്നിറങ്ങി താഴേക്ക് വരുമ്പോൾ വികാരങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരു യൗവന കാലമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്ന് മാത്രമല്ല, ഈ സുന്ദരിയായ സ്ത്രീയായിട്ട് കൈകസി ചെന്നിട്ട് ഈ വരപ്രാർത്ഥന നടത്തുകയാണ്. ആ വരപ്രാർത്ഥന നടത്തിയപ്പോൾ സ്ത്രീയുമായിട്ട് ജീവിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് 4 മക്കൾ ജനിക്കുകയുമാണ് ചെയ്തത്. പുരാ വിശ്രവസപുത്രോ രാവണോ നാമ രാക്ഷസ ആസീതസ്യ അനുജവും കുംഭകർണ വിഭീഷണവും എന്നാണ്. കുംഭകർണനും വിഭീഷണനും ഒക്കെ അങ്ങനെ ഉണ്ടായി. ആ ശൂർപ്പണഖ എന്ന് പറയുന്നത് 2 കഥകൾ ഉണ്ട്. അതിലൊന്ന് രാവണ ഭഗിനിയായിട്ട് തന്നെയാണ് ഈ ശൂർപ്പണഖ വരുന്നത്. എങ്കിലും ഖരനും ദൂഷണനും തൻ്റെ സഹോദരന്മാരാണെന്ന് കൂടി അവൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ചില പഠിതാക്കൾ അതിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ ഇങ്ങനെ 4 മക്കളുണ്ടായി എന്നുള്ളതാണ് ഒരു കഥ. അങ്ങനെ ശൂർപ്പണഖ ഈ മറ്റ് 3 സഹോദരന്മാരുടെയും വലിയ വാത്സല്യങ്ങൾക്ക് വിധേയയായിട്ട് കഴിഞ്ഞു വരികയാണ്. ആ കൈകസിയുടെ മക്കളായിട്ട് വന്നതാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോഴേ ഈ വളർന്നു വന്നപ്പോൾ കൗമാരകാലം കൗതൂഹലം കൊണ്ട് ഇങ്ങനെ ജീവിച്ച് വനത്തിൽ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മയുടെ മടിയിൽ തലവെച്ച് രാവണൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആകാശത്തിലൂടെ കുബേരൻ ഇങ്ങനെ പുഷ്പവിമാനത്തിൽ പോകുന്നു. അളകാപുരിയുടെ അധിപനായുള്ള ആ കുബേരൻ അങ്ങനെ ആകാശമാർഗത്തിലൂടെ പുഷ്പകത്തിൽ ഇങ്ങനെ പോകുന്നു. അതാരാ അമ്മയാ പോകുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അത് നിൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. കുബേരൻ വിശ്രവസൻ്റെ മൂത്താംകുടിയിലുള്ള മകനാണ്. അയാൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഒരു സ്വർണ്ണ പർവ്വതം തന്നെ അയാൾക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ വലിയ ആളാണ്, കുബേരനാണ്. കുബേരൻ ധനവാൻ വലിയ വാക്കിൻ്റെ അർത്ഥം. നമ്മളിപ്പോഴും അങ്ങനെ പറയാറുണ്ടല്ലോ, അവർ വലിയ കുബേരന്മാരാന്ന് പറയും, വലിയ പൈസ ഉള്ള ആളെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് കുബേരൻ വന്നതേ. ധനം ഏറ്റവും കൂടുതലുള്ള ആളെന്ന അർത്ഥത്തിൽ തന്നെയാണ് അത് പറയുന്നത് കുബേരൻ. അത് ഒരച്ഛനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, അയാൾക്ക് ഒരുപാടുണ്ട്, നിങ്ങൾക്ക് ആദ്യം ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതവൻ്റെ ഉള്ളിൽ തട്ടി. അവൻ പറഞ്ഞു, ഞാനതെല്ലാം പിടിച്ചടക്കും അമ്മയെന്ന്. അത് വെറുതെ പറഞ്ഞതല്ല, നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് രാവണൻ അത് പറഞ്ഞത്. രാവണൻ വാക്കിൻ്റെ അർത്ഥം തന്നെ വരുമ്പം കടുതരമായ ശബ്ദം പുറപ്പെടുക, കൈലാസം വരെ കിടുങ്ങിപ്പോയി. രാവണൻ്റെ ശബ്ദം കേട്ട് കൈലാസം കിടുങ്ങിയത് കൊണ്ട് വഴക്കൂടിയിരുന്ന ശിവൻ്റെയും പാർവതിയുടെയും ശത്രുത്വം അങ്ങോട്ടും കൊണ്ടും പോയത്. അവർ വഴക്കൂടി കലഹിച്ച് ഇങ്ങനെ പരിഭവത്തോടെ ഇരിക്കായിരുന്നു. കൈലാസം പിടിച്ച് കുലിക്കാൻ പോയി. ചിരിയോടുകൂടി കൈലാസം പിടിച്ച് ഉയർത്തിങ്ങനെ പൊക്കിയപ്പോഴേ ഈ പാർവതി ഓടിച്ചെന്ന് ശിവനെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവരുടെ ആ ഒരു കലഹം പോയി എന്നൊരു കഥയുണ്ട്. എന്നാലും ശരി, നമ്മുടെ നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്ന ഈ രാവണൻ പോയി ബ്രഹ്മാവിനെക്കുറിച്ച് തപസ് ചെയ്യുക. തേ ഏതു തീവ്രേണ തപസ, തീവ്രമായ തപസ് കൊണ്ട് പ്രത്യക്ഷീകൃത്യ വേധസം പ്രത്യക്ഷീകൃത്യ വേധാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വവ്രേച വരാനിഷ്ടാൻ തസ്മാത് ആശ്രിതവത്സലനായ ബ്രഹ്മാവിൽ നിന്ന് ഇഷ്ടമുള്ള വരങ്ങൾ വരിച്ചു. എന്തായിരുന്നു അത്? ഈ വരങ്ങൾ വരിച്ചെന്ന ഈ ജ്യേഷ്ഠൻ തപസ് ചെയ്യുന്നതുകൊണ്ട് മറ്റു 2 കൂടെ പോയി, അവരും തപസ് ചെയ്തു. കമ്പരാമായണത്തിൽ വളരെ രസകരമായി വിവരിക്കുന്നുണ്ട് ഈ രാവണൻ്റെ തപസ്സും മറ്റുമൊക്കെ. കമ്പർ തമിഴിലെ രാമായണമാണ് കമ്പരാമായണം. അതിനകത്ത് വളരെ വിശദമായി പറയുന്നുണ്ട്. രസമത് വായിക്കാൻ. ഒരുപാട് വാൽമീകി രാമായണത്തിലുള്ള കഥകൾ കുറേ കൂടെ വിപുലമായ നിലയിൽ കമ്പർ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെ കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും ഉണ്ട്. സീതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ട് അതിനകത്ത്. കമ്പരാമായണം കിട്ടിയാൽ വായിക്കണം. അപ്പോൾ എന്തായാലും മാനുഷാത് അന്യൈരവധ്യത്വം തഥാത്മന, അതയാൾ വരിച്ച വരം. ആരാ? ഈ രാവണൻ. സാധാരണഗതിയിൽ വധിക്കപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ട്. രാക്ഷസന്മാരും യുദ്ധം ചെയ്യുമ്പം, മനുഷ്യൻ രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ, ദേവന്മാരും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെ വല്ല ഇഴജന്തുക്കൾ കടിച്ച്, അല്ലെങ്കിൽ വല്ല ഹിംസജന്തുക്കളുമായുള്ള യുദ്ധത്തിൽ ഒക്കെ, അല്ലെ അപകട മരണങ്ങൾ, ഇങ്ങനെയൊക്കെയാണല്ലോ മരണങ്ങൾ സംഭവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള മരണങ്ങളൊന്നും എനിക്ക് ഉണ്ടാവാൻ പാടില്ല.
മാനുഷാത് അന്യയിൽ അവധ്യത്വം ദഹനം. മനുഷ്യന്മാർ കീടം പോലെ നിസ്സാരന്മാരും, മനുഷ്യന് സാരമില്ല. അതുകൊണ്ട് അങ്ങനെ വല്ല മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ തീർത്തു കൊടുത്തോളാം. അതുകൊണ്ട് എന്നെക്കാൾ ശേഷിയുണ്ടെന്ന് വിചാരിക്കുന്ന മറ്റിടങ്ങളിൽ നിന്നുള്ളതും എനിക്ക് മൃത്യു ഉണ്ടാവാൻ പാടില്ല, മനുഷ്യന്മാരിൽ നിന്നുണ്ടായിക്കോട്ടെ എന്നാണ് ശ്രീരാമോദന്തകാരൻ അതേക്കുറിച്ച് പറയുന്നത്. ശ്രീരാമോദന്തത്തിൽ നിന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ധരിച്ച കാര്യം. തേതു തീവ്രേണ തപസ പ്രത്യക്ഷീകൃത്യ വേദസം വവ്രേച വരാനിഷ്ടാൻ തസ്മാത് ആശ്രിത വത്സലാത് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, മാനുഷാത് അന്യൈഹി അവധ്യത്വം തഥാത്മന എന്ന് വഹിച്ചു. ഈ കുംഭകർണൻ നിർദേവത്വം വേണമെന്ന് വിചാരിച്ചാണ്, അതായത് ദേവന്മാരെക്കാൾ ശക്തി തനിക്കുണ്ടാകണമെന്ന് വിചാരിച്ചാണ് ഇയാൾ പറഞ്ഞത്. പക്ഷേ ആ സമയം ബ്രഹ്മനിർദ്ദേശമാണ് സരസ്വതി വന്ന് ഇയാളുടെ നാവിൽ വന്ന് ഒരു ശല്യം ഉണ്ടാക്കി. അതുകൊണ്ട് പറഞ്ഞ അക്ഷരം തെറ്റിപ്പോയി. നിർദേവത്വ യച്ഛയ നിദ്രാം കുംഭകർണോ അവരണീതച. അതാണ് നിർദേവത്വം എന്നുള്ളത് നിദ്രാവത്വം എന്നായിപ്പോയി. നിദ്രാവത്വം ഉറക്കം വേണം. അങ്ങനെയാണ് ഇയാൾ 6 മാസം ഉറക്കവും 6 മാസം ഉണർവും എന്നുള്ള അവസ്ഥയിലേക്ക് വന്നത്. ഇനി മൂന്നാമത്തെ ആൾ വിഭീഷണനുണ്ടല്ലോ, 3 പേരുമാണല്ലോ തപസ് ചെയ്ത്. വിഭീഷണോ വിഷ്ണുഭക്തിയും വവറേ സത്വഗുണാന്യത. രാക്ഷസപ്രകൃതി ആണെങ്കിലും താമസപ്രകൃതിയിലുള്ള ജന്മമാണെങ്കിലും അയാളുടെ സ്വഭാവത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാവങ്ങളും സാത്വിക പ്രകൃതിയിലായിരുന്നു. സത്വഗുണമാണ് അയാൾക്കുണ്ടായിരുന്നത്, അധികമായിട്ടുണ്ടായിരുന്നത്. അല്ല തമോ ഗുണമല്ല, രജോ ഗുണവുമല്ല. അപ്പോൾ സത്വഗുണമെന്ന് പറയുമ്പം വളരെ ശാന്തമായ, നന്മയിലും സത്യത്തിലും അഹിംസയിലും ഒക്കെ ഊന്നിയ ശാന്ത പ്രകൃതിയായ അയാൾ. അതെല്ലാവരും അയാളെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു. ഒന്നിനും കൊള്ളാത്തനാണെന്നുള്ളത് പറയുമായിരുന്നു. എങ്കിലും അതായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അയാളെന്ത് വരിച്ചു. വിഭീഷണോ വിഷ്ണുഭക്തിയും വവറേ സത്വഗുണാന്യത. സത്വഗുണാന്യതനായ വിഭീഷണൻ വിഷ്ണുഭക്തിയെയാണ് വരിച്ചത്. ഇത് മേധാവി ഇതെല്ലാം കൊടുത്തു. അങ്ങനെയാണ് ആ തപശ്ചര്യയുടെ കാര്യം. അപ്പോൾ അന്ന് മുതൽ ഈ രാവണ എല്ലായിടത്തും ഇറങ്ങി നടന്ന് അവരയാളെ ഉപദ്രവിക്കാൻ തുടങ്ങി, കിട്ടുന്നതെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ഈ ലോകത്ത് എന്ത് ശ്രേഷ്ഠമായിട്ടുള്ളതുണ്ടോ അത് മുഴുവൻ എൻ്റെ രാജ്യത്തിൽ വേണം എന്ന് ശഠിച്ച ആളാണ് രാവണൻ. അതാ രാവണന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. ഈ ലോകത്ത് എന്തെല്ലാം ശ്രേഷ്ഠമായിട്ടുണ്ടോ അതെല്ലാം എനിക്ക് വേണം എന്ന് വിചാരിച്ചു. ഇരിക്കട്ടെ, അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ രാവണൻ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ രാവണനെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ ശൂർപ്പണഖ ഇങ്ങനെ രക്തമൊലിപ്പിച്ച് ഇങ്ങനെ ഖരൻ്റെയും ദൂഷണൻ്റെയും അടുത്തേക്ക് ചെന്നിട്ട് സങ്കടം പറഞ്ഞു. ഖരദൂഷണന്മാരിൽ ഈ ഖരൻ അതീവ ശക്തിശാലിയായിരുന്നു. സാധാരണ മനുഷ്യരെ പോലൊന്നുമല്ല, അല്ലെ സാധാരണ രാക്ഷസന്മാരെ പോലെയുമല്ല. അപാരമായ ശക്തിവിശേഷം ഉണ്ടായിരുന്ന ഈ ഖരൻ രാമാദികളോട് ഏറ്റുമുട്ടാൻ വരികയും ഖരനെയും നിർദ്ദയം വധിക്കുകയും ചെയ്തു. അതൊക്കെ ഒരുപാട് വിവരിക്കുന്നുണ്ട്, എഴുത്തച്ഛനും മറ്റുമൊക്കെ വിവരിക്കുന്നുണ്ട്. അത് ഈ ശൂർപ്പണഖയുടെ വിലാപത്തെക്കുറിച്ചുള്ള ഭാഗം നമുക്ക് ഇന്നൊരു കുറച്ച് ഭാഗം വായിക്കാമെന്ന് തോന്നുന്നു. ശൂർപ്പണഖ വിലാപം, അതാണ് ഇന്ന് നമുക്ക് വായിക്കാൻ ഞാൻ എടുക്കുന്ന ഭാവം. ആ ഭാഗം ഓം നമോ നാരായണായ. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോട് അവനും ഉര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിട് എന്നോട് പരമാർത്ഥം, ബന്ധമുണ്ടായതെന്ത് വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ല് എന്ന്
എന്ന നേരം അവളും ഉര ചെയ്താൾ, എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു. രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ, ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ച് ഒടുക്കിനാൻ, എന്തൊരു കഷ്ടം ഓർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും. എന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവൻ അവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോട്, യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തോടെ ചെന്നു ഗൗതമീ തടംബുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജഡാവൽക്കലങ്ങളും പൂണ്ട് ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ ഔവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗ മാനുഷ നാരിമാരിൽ ഏവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല. നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ട് ഒളിച്ചീടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവത അവളല്ലോ, നാണം പൂണ്ട് ഒളിച്ചീടും അവളെ വഴി പോലെ കാണുമ്പോൾ. അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗത്പതി എന്നു കൽപ്പിക്കാം, വികൽപ്പമില്ല അല്പവും ഇതിനിപ്പോൾ. തൊൽപത്നിയാക്കിയിടുവാൻ തക്കവളവൾ എന്നു കൽപ്പിച്ചുകൊണ്ട് ഇങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽ കുചനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാനീയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക 3:45 കൊണ്ട് അവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകി ദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. തൊൽസകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിൽ എത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവാരാധേ.
രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുത് എതിർക്കുമ്പോൾ, മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം തന്നുടെ മണിയറ തന്നിൽ അങ്ങകം പൂക്കാൻ. രാവണനെ ഒന്ന് പ്രചോദിപ്പിക്കാനുള്ള, ഒരു പ്രേരണ കയറ്റാനുള്ള അടവായിട്ട് സീതയുടെ സൗന്ദര്യാതിരേകത്തെ കൂടി കൂടുതൽ ശക്തമായി വർണ്ണിച്ച് കേൾപ്പിച്ചുകൊണ്ടാണ് ശൂർപ്പണഖ തൻ്റെ ദുര്യോഗങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്നാൽ താൻ ഭാര്യാപദം ആഗ്രഹിച്ചുകൊണ്ട് അവരോട് അഭ്യർത്ഥന നടത്തി എന്നുള്ള കാര്യം ഇവരാരോടും പറഞ്ഞില്ല. സഹോദരന്മാരായ ഖരദൂഷണന്മാർ രാമാദികളുടെയും ലക്ഷ്മണൻ്റെയും ആക്രമണം കൊണ്ട് കൊല്ലപ്പെട്ടു എന്ന കാര്യവും, നിന്റെ പട്ടമഹിഷിയായിരിക്കാൻ സർവഥാ യോഗ്യയാണ് സീത, അതുകൊണ്ട് അവളെ നിന്റെ ഭാര്യയാക്കി വയ്ക്കുന്നത് വലിയ ഗുണമായിരിക്കുമെന്നും അത്രത്തോളം സൗന്ദര്യം അവൾക്കുണ്ടെന്നും കാമലംബടനായ വിഷയലംബടനായ രാവണനോട് ശൂർപ്പണഖ ഉണർത്തിക്കുകയാണ്. അത് ഷഡൂർമികളിൽ ഏറ്റവും പ്രധാനമായ കാമമാണ് രാവണൻ്റെ സ്വഭാവത്തിൽ ഏറ്റവും ശക്തമായി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് അനുസരിച്ചുള്ള ഒരു രാവണനെ അങ്ങോട്ട് അയക്കാനും തനിക്ക് രാമനെ ഭർത്താവായി തന്ത്രപൂർവ്വം പിടിച്ചെടുക്കാനുമുള്ള ഒരടവായിട്ടാണ് ഈ രാക്ഷസനാരി തൻ്റെ ജ്യേഷ്ഠ സഹോദരനായ രാവണനോട് പ്രേരണ ചെലുത്തുന്നത്. സോദരിയെ പലപാട് ആശ്വസിപ്പിച്ചിട്ട് രാവണൻ അന്തഃപുരത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ ഒരു ഭാവം ഏത് രസത്തെയും എഴുത്തച്ഛന് വിദഗ്ധമായി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. ശൃംഗാരത്തെയും വീരത്തെയും കരുണത്തെയും രൗദ്രത്തെയും ഹാസ്യത്തെയും എന്ന് വേണ്ട 9 രസങ്ങളെയും ഭക്തിഭാവത്തോട് കലർത്തി വളരെ ഉചിതമായി അവതരിപ്പിക്കാൻ എഴുത്തച്ഛന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എഴുത്തച്ഛൻ്റെ രചനയിലെ വർണ്ണനാപാഠവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യം. രസത്തെ ഇത്ര ഭംഗിയായി അനാവരണം ചെയ്യാൻ വേറെ ഏതെങ്കിലും കവികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി സംശയമുണ്ട്. രസം എന്താ? ഈ ഭരതമുനി തൻ്റെ നാട്യശാസ്ത്രം എന്ന് പറയുന്ന കൃതിക്കകത്ത് രസം എന്താണെന്ന് പറയുന്നുണ്ട്. തത്ര വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി. നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളതിൻ്റെ ഗാനരസം ആസ്വദിക്കുന്നുണ്ട്, ആ രസം. അപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ പുരുഷന് കാമോദ്വേഗജന്യമായ വികാരം ജനിക്കുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു പൂവ് കാണുമ്പോൾ ആ പൂവ് സ്വന്തമാക്കണമെന്നൊരു ആഗ്രഹം ജനിക്കുന്നുണ്ട്. ധാരാളം ധനം എവിടെങ്കിലും കാണുമ്പോൾ അത് തൻ്റേതായിരുന്നാൽ കൊള്ളാമെന്ന് വിചാരിക്കാറുണ്ട്. ഇങ്ങനെ കാമാദികളായ വികാര വിചാരങ്ങളെല്ലാം ഈ 9 രസങ്ങൾക്കകത്ത് നിന്നുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ആ ഭക്തിഭാവത്തെ അവതരിപ്പിക്കുന്നതിനകത്ത് എങ്ങനെയാണ് ശൃംഗാരം വരുന്നത്, എങ്ങനെയാണ് വീരം വരുന്നത്, എങ്ങനെയാണ് രൗദ്രം വരുന്നത്, ഇതൊക്കെ എഴുത്തച്ഛന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അതിന് ഉപോദ്ബലകമായ വൃത്തരീതികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഞാനത് ഓർമ്മിച്ച് പറഞ്ഞതാണ്. കാകളി, മണികാഞ്ചി, അന്നനട, ദ്രുതകാകളി തുടങ്ങിയുള്ള വൃത്തങ്ങൾ. എന്ന് മാത്രമല്ല ഈ ഭാഷാവൃത്തങ്ങളുടെ സ്വഭാവം നീട്ടി പാടാൻ കഴിയും. പാരായണ സമർത്ഥമാണ്, അല്ലെങ്കിൽ ഗാനാലാപന വ്യഗ്രമായ ഒരു നിലപാടുണ്ട് ഈ ഭാഷാവൃത്തങ്ങൾക്ക്. അതുകൊണ്ടാണ് ആളുകൾക്ക് ഇത് നീട്ടി വായിക്കാൻ കഴിയുന്നത്. പാരായണം ചെയ്യുമ്പോൾ ഈ സംഗീതം കൂടെ കലർത്തിയിട്ട് നീട്ടി വായിക്കും. സംഗീതം എന്ന പായസത്തിന് നെയ്യ് ചേർക്കുമെന്ന് പറയുന്നത് പോലെ ഈ സംഗീതം എന്നതിൻ്റെ അംശം ഈ സാഹിത്യത്തിനകത്ത് കലർന്നു വരുമ്പോൾ അത് കൂടുതൽ ആസ്വാദനീയ മധുരമായി അനുഭവപ്പെടുത്താൻ കഴിയും. അത് ഓരോ രാഗങ്ങൾ അങ്ങനെയാണ്. നാട്ട, ആനന്ദഭൈരവി, കാമ്പോജി, കന്നഡ, ശ്യാമ, പിന്നെ ദേവകാന്തൻ, ഇങ്ങനെ ഓരോ രാഗങ്ങളാണ്. ഈ രാഗത്തിന് ചെറിയ ചെറിയ ധ്വന്യാത്മകമായ അംശങ്ങൾ ഈ സാഹിത്യത്തിനകത്ത് കലർന്ന് വരുമ്പോൾ ആ രസവിച്ഛിദ്യം ഉണ്ടാകാതെ, രസഭംഗം ഉണ്ടാവാതെ നമ്മുടെ മനസ്സിലേക്ക് ആസ്വാദനത്തിൻ്റെ മനോഹാരിത നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഈ പാരായണം എന്ന് പറയുന്ന ഒരു ഗുണം കൊണ്ട് സാധ്യമാകുന്നത്. വെറുതെ ഗദ്യത്തിൽ ഇങ്ങനെ വായിച്ചു പോകുന്നതിനേക്കാളും ചെറിയ ഈണം വിട്ട് വായിക്കാമെങ്കിൽ അതിൻ്റെ പ്രത്യേക സുഖവും ആസ്വാദ്യതയും ഉണ്ട്. അതനുസരിച്ചാണ് അത് വായിച്ചു പോകേണ്ടത്. ഇനിയിപ്പോൾ ഈ രാമാദികളുടെ അടുത്തേക്ക് യുദ്ധ
നൈപുണ്യമുള്ള ആളുകളെ രാവണൻ പറഞ്ഞു വിടുന്നതും ഒക്കെയുള്ള കാര്യങ്ങളും ഈ രാവണൻ്റെ ചെയ്തികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ദിവസം അത് നന്നായിട്ട് പറയാനുണ്ട്. രാവണൻ കാരണം വേറൊരു സമൂഹമാണ് നമ്മുടെ മുമ്പിൽ ഇനി വരാൻ പോകുന്നത്. ഇതുവരെ മനുഷ്യൻ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് മനുഷ്യനാണ് ഞാൻ എന്നാണ് രാമൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ച മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യ സമുദായത്തിൻ്റെ പ്രതിനിധിയായ രാമൻ്റെ അടുത്തേക്ക് രാക്ഷസ വംശത്തിൻ്റെ പ്രതിനിധിയായ രാവണൻ വന്നെത്തുകയും അത് ഒരു മത്സരമായ യുദ്ധതന്ത്രത്തിൻ്റെയും സമരപരമായ ഒരു ആവേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കഥാഗതിക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ അനുഭവിക്കുകയാണ്. അത് ഒരു സാഹിത്യകൃതിയുടെ കഥാംശത്തിന് എത്രത്തോളം രസനീയതയാകാമോ അതെല്ലാം എഴുത്തച്ഛൻ ഈ സംഗ്രഹിച്ച കൃതിയിൽ ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ മഹനീയത. ഒരുപാട് സംഗ്രഹിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ വാൽമീകി രാമായണത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വളരെ സംഗ്രഹിച്ച് അല്പമാത്രമായ സൂചനകൾ മാത്രം നൽകിയാണ് എഴുത്തച്ഛൻ അവതരിപ്പിച്ചത്. കാരണം തൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ഭക്തി ആളുകളിൽ ഉണ്ടാക്കുക, സദാചാരബോധം ജനിപ്പിക്കുക, നിർവ്യാജമായ ഒരു ഭക്തിയിലൂടെ സദാചാരപരമായ ജീവിതം സമൂഹത്തിന് മുഴുവൻ നൽകുക എന്നുള്ള ഒരു അർത്ഥപൂർണമായ യുക്തിസഹമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഈ എഴുത്തച്ഛന്. അതുകൊണ്ട് തന്നെ വാൽമീകി നടത്തിയ മനുഷ്യകഥാനുഗായിക എന്ന് പറയുന്ന അംശം വേണ്ടവണ്ണം എഴുത്തച്ഛൻ സ്വീകരിക്കാതെയാണ് ഇത് കൊണ്ടുപോയത്. വ്യാസനും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അധ്യാത്മരാമായണം മൂലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. തുളസിദാസ രാമായണത്തിലും കുറച്ച് ഭക്തിയുടെ കൂടുതൽ ധ്വനി ഉണ്ട്. കമ്പരാമായണത്തിൽ അങ്ങനെയല്ല, കഥാപരമായ ഒരുപാട് വിവരണങ്ങളും ഒക്കെ ഉണ്ട്, അതിനകത്തും ഭക്തി കലർത്തപ്പെടുന്നുണ്ട്. ബോധായന രാമായണം, സഹസ്രമുഖ രാമായണം, പാതാള രാമായണം തുടങ്ങിയുള്ള എല്ലാ രാമായണ കൃതികളിലും ഈ പറയുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. നിശ്ചിതമായ രചനാപരമായ ലക്ഷ്യങ്ങൾ കൗശലപൂർവ്വം അവരുപയോഗിച്ചിട്ടുണ്ട്. അതുകൂടെ നമ്മുടെ പഠനത്തിൻ്റെ ഭാഗമായി കുറേയെങ്കിലും മനസ്സിലാക്കി പോകുന്നത് ഒരു സാഹിത്യകൃതിയെ സമീപിക്കുന്നു എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഒരു ഭക്തികാവ്യത്തെ സമീപിക്കുന്നു എന്നുള്ള നിലയിലോ നമുക്ക് ഓർമ്മിക്കേണ്ടതും പഠിക്കേണ്ടതും ആണ്.